ഈ 2019 ഈ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ആർക്കാ അറിയാവുന്നത്? ആയിക്കോട്ടെ, ഇതെപ്പോഴാ 24 കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ മുന്നിൽ ഇത് ആദ്യമായിട്ട് വരുന്നത്, പിന്നെ ഈ ഫയൽ നമ്മുടെ മുന്നിൽ ആദ്യമായിട്ട് വരുന്നത് 9/10/2024 9/10/2024. ഇതെല്ലാം ഈ 2019 ഫയലുകൾ കോടതി ആവശ്യപ്പെടുന്നപ്പോഴാണ് 25 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നെ വീട്ടിൽ നിന്ന് ദ്വാരപാലക ശില്പങ്ങൾ പിടിച്ചെടുത്തപ്പോഴാണ് കോടതി എക്സിക്യൂട്ടീവ് ഓഫീസറിൽ ആവശ്യപ്പെടുന്നത്. അതിനുശേഷമല്ലേ പുറത്തു വരുന്നത് ഈ വാർത്തകളെല്ലാം. അപ്പൊ ഞാൻ പറയുന്നത്, എൻ്റെ ഒറ്റ ചോദ്യം ഇങ്ങനെയുള്ളൂ. 2024 ബന്ധപ്പെട്ട 25 ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞങ്ങൾ കോടതിയോട് മാപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തീർന്നതാണ്. പിന്നെ എപ്പോഴാണിത് പുറത്തു വരുന്നത്? 2020 ഈ അയ്യപ്പ സംഗമത്തിന് മുമ്പ് 17-നാണ്, സെപ്റ്റംബർ 17-നാണ് ഇങ്ങനൊരു പിന്നെ ആരോപണം വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയുടെ സേഫ് കസ്റ്റഡിയിൽ വച്ചിട്ട് ഇത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് കള്ളം പറഞ്ഞ എന്തിനു വേണ്ടിയാണ് കള്ളം പറഞ്ഞത്? അയാളുടെ സേഫ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരു സാധനം അയാൾക്കറിയാമായിരുന്നു. അത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിൽ വച്ചിട്ടുണ്ട് എന്ന് പച്ചയ്ക്ക് കള്ളം പറഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു? അതിലൊരു ഗൂഢാലോചന ഉണ്ട്. അത് ഈ പറയുന്ന പിന്നെ അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ വേണ്ടി തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യത്തിൽ അയ്യപ്പ സംഗമം ഒരു നിമിത്തമായി മാറുകയാണ്. അയ്യപ്പ സംഗമം ഒരു നിമിത്തമായി ഈ ആരോപണം വന്നതുകൊണ്ടാണല്ലോ കോടതി വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. അതുകൊണ്ടാണല്ലോ 2019 ഫയലുകൾ കൊടുക്കാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിനത് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ ഉണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ അയ്യപ്പ സംഗമത്തെ പരാജയപ്പെടുത്തുവാനാണ്. അല്ലെങ്കിൽ കാരണം എന്തെന്നറിയാമോ? കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ സ്പോൺസർ എന്നൊക്കെ പറഞ്ഞ് മേനേജ് നടക്കുന്ന ആളല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഞങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു 3500-4000 പേരെ വെച്ചിട്ടല്ലേ അയ്യപ്പ സംഗമം വെച്ചത്. അപ്പോൾ വലിയ സ്പോൺസറിന് മേനി കളിച്ച് നടക്കുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഞങ്ങൾ വിളിച്ചിട്ടില്ല, ഈ അയ്യപ്പ സംഗമത്തെ ഞങ്ങൾ വിളിച്ചിട്ടില്ല. മാത്രമല്ല, ഈ ദ്വാരപാലക ശില്പങ്ങൾ അയാളെ കയ്യിൽ കൊടുത്തുവിടണമെന്ന് പറഞ്ഞാൽ കൊടുത്തുവിട്ടിട്ടുമില്ല. അദ്ദേഹം മാത്രമല്ല ഇതിൽ ഈ റജികുമാർ എന്ന് പറയുന്ന ആളിൻ്റെ ഗൂഢാലോചനയും പരിശോധിക്കപ്പെടണം. ഇപ്പോഴത്തെ സർക്കാരിന്റെ എന്തെങ്കിലും സമ്മർദ്ദം എസ്ഐടിക്ക് മുകളിൽ ഉണ്ടോ? ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ അന്നത്തെ ബോർഡിനെയും കൂടെ തീർക്കാൻ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അത് വരട്ടെ. ഞാൻ പറയുന്നത് ഗൂഢാലോചന ഉണ്ടെങ്കിൽ എവിടെയാണ് ഈ ഗൂഢാലോചന എന്നുള്ളത് ബഹുമാനപ്പെട്ട SIT ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് അത് പറയട്ടെ, തെളിവുകൾ വരട്ടെ, നമുക്ക് നോക്കാം. മറ്റൊരു കാര്യം കൂടി ചോദിച്ചു. ഇപ്പോഴത്തെ ശബരിമല മേൽശാന്തി ED പ്രസാദ് ആ മേൽശാന്തി ആയത് വ്യാജ രേഖകൾ ചമച്ചാണ്. അതിന് കഴിഞ്ഞ ബോർഡ് കൂട്ടുനിന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നു. അതിൽ താങ്കൾ ഈ മേൽശാന്തി പട്ടികയിലിടം ചെയ്യുന്നതിന് വേണ്ടി സുരേഷ് പോറ്റി എന്ന വ്യക്തിയുടെ കയ്യിൽ 5 ലക്ഷം രൂപ വാങ്ങി. ആരാണ് പറഞ്ഞത്? ആ പോറ്റിയാണ്. അതൊക്കെ അന്വേഷിക്കട്ടെ. എന്ത് അതാണെങ്കിൽ അന്വേഷണം നടക്കട്ടെ. ഞാൻ വാങ്ങിച്ചു എന്നാണോ പറഞ്ഞിരിക്കുന്നത്? എന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. പോട്ടെ, അതൊന്നും പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് അന്വേഷിക്കട്ടെ. എല്ലാം അന്വേഷിക്കട്ടെ. അത് വേണമെങ്കിൽ അന്വേഷിക്കട്ടെ. അപ്പോൾ ഇതിനപ്പുറം ഒരു അന്വേഷണമൊന്നും വരാനില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂസ് 18 മാത്രമാണ് ആ വാർത്ത ക്യാരി ചെയ്തിട്ടുള്ളത്. ഏത് രീതിയിലാണ് ആക്ഷേപമെന്ന് എനിക്ക് അറിയത്തില്ല. അത് എങ്ങനെയാണെന്ന് ആലോചിക്കും. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ദേവസ്വം ബോർഡ് അതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിക്കട്ടെ. അയ്യപ്പ സംഗമം നടത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു ഗരിമയെ ഇല്ലാതാക്കുക എന്നുള്ളത് വെച്ച് തന്നെയാണ് അദ്ദേഹം ആ ഗൂഢാലോചന നടത്തിയത്. അതിൽ ഈ രജികുമാർ ഉൾപ്പെടെ ഉണ്ടെന്നാണ് ഞാൻ സംശയിക്കുന്നത്. 2017 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടല്ലോ. നിങ്ങൾ 2017 കൊടിമരവും അതുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടല്ലോ. ആ 2017 ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ട്. അതിനുശേഷം വരുവായിട്ടൊക്കെ തന്നെ നല്ല ഗൂഢാലോചന ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല ബന്ധമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കലല്ലേ ഉണ്ടാവുമല്ലോ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, കെ മുരളീധരൻ കത്ത് കൊടുത്തില്ലേ?
പുതിയ മെമ്പറെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തില്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് ഈ SITയുടെ പുറത്ത് യാതൊരുവിധ സമ്മർദ്ദവും കൊടുത്തിട്ടില്ല. അന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷണത്തിൽ സ്വതന്ത്രമായി നടക്കട്ടെ എന്നുള്ള സമീപനമാണ് കഴിഞ്ഞ ഗവൺമെൻറ് എടുത്തത്. പക്ഷേ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു മെമ്പറെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് SITക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി കത്ത് കൊടുക്കുകയാണ്. ശരിയാണോ? അല്ല, രാഷ്ട്രീയപരമായ സമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് ഉണ്ടായിക്കൂടെ? പക്ഷെ അതുണ്ടായില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുണ്ടോ? അല്ല, ഞാൻ തെളിവുണ്ടല്ലോ. കാരണം മുരളീധരൻ കത്ത് കൊടുത്തിരിക്കുകയല്ലേ. അതുകൊണ്ട് മാത്രം അല്ല, അതൊരു വലിയ കാര്യമല്ലോ. SITക്ക് അങ്ങനെ കത്ത് കൊടുക്കാൻ പാടുണ്ടോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം നടത്തുന്ന ഒരു അന്വേഷണ സംഘം, അതിന് മന്ത്രി കത്ത് കൊടുക്കാൻ പാടുണ്ടോ? അതൊരു തെളിവല്ലേ? ഞാനൊരു ഗൂഢാലോചന ആരോപിക്കുന്നു. അത് തെളിയിക്കേണ്ടതൊക്കെ പിന്നെ മറ്റ് അന്വേഷണ ഏജൻസികളാണ്. ഞാൻ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ആണ് ഈ ഗൂഢാലോചന നടക്കുന്നത്. അതിൽ രജികുമാർ ഉൾപ്പെടെ ഉണ്ടെന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കലല്ലേ, പൊളിറ്റിക്കലായിട്ട് വരുമല്ലോ. ഉണ്ടാവും. അന്വേഷണത്തെ സർക്കാർ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയോ? കാരണം ഞാൻ വിചാരിക്കുന്നത് ഒരു നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് SITയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരൊന്നും ആ ഒരു സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് പോകുന്നവരല്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ ഹൈക്കോടതിയുടെ അന്വേഷണത്തോടോ ഈ പറയുന്ന SIT ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തോടോ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അവർ നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് ഇത് മാറിയത് എന്നുള്ളത് അപ്രതീക്ഷിതമാണ്. പാടില്ലാത്തതാണ്. സ്വാഭാവികമായും ഞങ്ങൾ അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഇതിനകത്ത് ഉണ്ടെന്നാണ് ഞാൻ വിലയിരുത്തപ്പെടുന്നത്. കത്ത് കൊടുത്തു എന്ന് പറഞ്ഞ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ദേവസ്വം മന്ത്രിയുടെ മുന്നിൽ വന്ന ഒരു പരാതി SITക്ക് ഫോർവേഡ് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് നിയമപരമായി നിങ്ങൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. ഞങ്ങൾക്ക് SITയെ കുറിച്ച് ഒരു ആക്ഷേപമില്ല. SITയുടെ ഉദ്യോഗസ്ഥന്മാർ നല്ല രീതിയിൽ അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത്. സത്യസന്ധമായ ഒരു റിപ്പോർട്ട് കൊടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ 2 പ്രാവശ്യം, 2 അല്ല 3 പ്രാവശ്യം എന്നെ SIT ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കാൻ എന്നെ വിളിച്ചിരുന്നു. ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെ നിരവധി തവണയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അന്നൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോൾ അതൊന്നും നമ്മളുടെ ഈ പറയുന്ന മൊഴിയെടുക്കലിലൊന്നും അങ്ങനെ ഒരു കാര്യം വന്നിട്ടേ ഇല്ല. ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ, ഞാൻ പറയുന്നത് നിരപരാധികളായ ഉദ്യോഗസ്ഥന്മാരാണ് ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ ഞാൻ വിചാരിക്കുന്നത്. ഒന്നും നിങ്ങൾക്കറിയാം, ഈ തിരുവാഭരണ കമ്മീഷണർ അദ്ദേഹം ഇന്ന് വരെ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ചെറിയ കറ പോലും വീഴാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. നിങ്ങൾ തിരക്കി നോക്കൂ അദ്ദേഹത്തെ കുറിച്ച്. ഒരു ചെറിയ കറ പോലും വീഴാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് ഇതിൽ പുതുപ്പറ്റിയിൽ വന്നിരിക്കുന്നത്. സെക്രട്ടറിയിൽ വന്നിട്ടൊന്നും എനിക്കറിയില്ല, സെക്രട്ടറി വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ പറയുന്നത് ഇതിൽ അങ്ങനെ ഒരു ഗൂഢാലോചന എങ്ങനെ വരുമെന്നുള്ളതാണ് ഞാൻ എനിക്ക് ആലോചന പിടികിട്ടുന്നില്ല. കാരണം ഞങ്ങൾ പോലും അറിയാത്തൊരു കാര്യം 2024 ഇത് പരിഗണിക്കുമ്പോൾ ആർക്കും അറിയില്ല. വാറണ്ടി ഉണ്ട്, കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇതിൻ്റെ മങ്ങലിനെ കുറിച്ചോ പൊട്ടലിനെ കുറിച്ചോ കുഴപ്പങ്ങളെക്കുറിച്ചോ ആർക്കും അറിയില്ല. 2025 നവംബറിൽ ഈ ഫയല്, ഞങ്ങൾ കൊടുക്കുന്ന ഫയല്, ആ ഫയൽ പുറത്തു വരുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. പിന്നെ ഞങ്ങൾ എങ്ങനെ കാണും ഇത്? ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അന്ന് ഏതെങ്കിലും നിങ്ങൾ ഈ ദ്വാരപാലക ശില്പങ്ങൾ മങ്ങൽ മറയ്ക്കാനല്ല നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുന്നത്. എനിക്ക് ആകപ്പാടെ പറ്റിപ്പോയ ഒരു തെറ്റ്, ശബരിമല ദ്വാരപാലക, ഞാൻ ശബരിമല ചുമതലയേറ്റെടുത്ത് ചെല്ലുമ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ നിൽപ്പുണ്ട്. ദ്വാരപാലക ശില്പങ്ങൾ മാത്രമല്ല, എല്ലായിടത്തും പല സ്ഥലത്തും മങ്ങലുണ്ട്. ആ മങ്ങലൊന്നും മാറ്റാനല്ല ഞങ്ങൾ പോയത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഉദ്യോഗസ്ഥർ, അവിടുത്തെ കഴകം ജീവനക്കാർ പറയുന്നു, ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ കാലുകളിൽ വിള്ളലുണ്ട്. അതിപ്പോൾ റിപ്പോർട്ടിൽ തിരുവനന്തപുരം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിണ്ട് കീറിയിരിക്കുകയാണ്. സ്വാഭാവികമായും എന്നും കഴിയണം, എന്നും തുടയ്ക്കണം. നെയ്യഭിഷേകം നടക്കുന്നുണ്ട്. അപ്പോൾ തുടയ്ക്കുമ്പോഴും കഴുകുമ്പോഴും ഇവരുടെ കൈ കൊണ്ട് ബ്ലഡ് വരികയാണ്. ഈ ബ്ലഡ്
നമ്മുടെ ഇതിന് മുന്നിൽ വീഴാൻ പാടില്ല, സ്ത്രീകളുടെ മുന്നിൽ വീഴാൻ പാടില്ല, അത് അശുദ്ധമാണ്, ചെയ്യാൻ പാടില്ല എന്ന് നിരന്തരമായ അവരുടെ അഭ്യർത്ഥനയെ മാനിച്ചാണ് നമ്മൾ അന്നത്തെ പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ഡയറക്ഷൻ കൊടുക്കും. എന്താണോ നിങ്ങളുടെ ചട്ടപ്രകാരം കാര്യങ്ങൾ ആരംഭിച്ചു കൊടുക്കുക. അത് 3-ാം മാസത്തിൽ എന്തോ ആണ്, 9-ാം മാസത്തിലാണ് ഇത് വരുന്നത്. ഞാൻ ശബരിമലയിൽ പോകുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഡയറക്ഷൻ കൊടുക്കും, മരാമത്ത് പണികൾക്ക് ഡയറക്ഷൻ കൊടുക്കും, ഇതൊക്കെ ഡയറക്ഷൻ കൊടുക്കും. പിന്നീട് എപ്പോഴും വരും, കാര്യങ്ങൾ നോക്കും. ഈ ഉദ്യോഗസ്ഥന്മാർ വരുന്ന റിപ്പോർട്ടിനെ ആശ്രയിച്ചില്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബോർഡ് മീറ്റിങ്ങിൽ ഏതാണ്ട് 100-125 ഫയൽ വരും. എല്ലാ ഫയലിൻ്റെയും ബാക്ക് ഫയൽ നോക്കാൻ പോയാൽ ഒരു മാസം കൊണ്ട് ഇതൊന്നും തീരില്ല. നമ്മൾ ഉദ്യോഗസ്ഥന്മാർ തരുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയല്ലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 2019 ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ SP അന്വേഷിച്ചത്. അതിൽ പറഞ്ഞിരിക്കുന്നത് 760 ഗ്രാമോ 800 ഗ്രാമോ സ്വർണ്ണ നഷ്ടമുണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രയാണെന്ന് കൂടുതൽ അന്വേഷണത്തിൽ വെളിവാകുകയും ചെയ്യും. 800 ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം ഒരു 1.5 കോടി രൂപ വരുമായിരിക്കും അല്ലേ? അതാണ് വന്നിരിക്കുന്ന കാര്യം. നിങ്ങൾ നോക്കൂ, 239 കോടി രൂപ ഈ ബോർഡിന് ലാഭം ഉണ്ടാക്കി കൊടുത്തൊരു ബോർഡാണ് ഞങ്ങളുടെ ബോർഡ്. അതിൻ്റെ ഒരു ആനുകൂല്യവും ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്നില്ല. 239 കോടി രൂപ 2007 പഞ്ചമി പാക്സ്, നിങ്ങൾക്കെല്ലാം അറിയാം, 2007 പഞ്ചമി പാക്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് അവിടെ അരവണ ഫാക്ടറി കൈകാര്യം ചെയ്തിരുന്നത്. ബോർഡ് ഏറ്റെടുക്കുന്നു 2007. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, 2007 ഇത് ബോർഡ് ഏറ്റെടുക്കുന്നു. അപ്പോൾ ഈ പഞ്ചമി പാക്സ് എന്ത് ചെയ്യുന്നു? 18 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിലേക്ക് പോകുന്നു. ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ 18 കോടി രൂപ അനുവദിക്കുന്നു. ഞങ്ങൾ ദേവസ്വം ബോർഡ് എന്ത് ചെയ്യുന്നു? അതിനെ ജില്ലാ കോടതിയിൽ അപ്പീൽ പോകുന്നു. ഞങ്ങൾക്ക് അനുകൂലമായി വിധി കിട്ടി, സ്റ്റേ കിട്ടി. അവർ പഞ്ചമി പാക്സ് വീണ്ടും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലേക്ക് പോകുന്നു. സിംഗിൾ ബെഞ്ചിലേക്ക് പോകുമ്പോഴാണ് ഞങ്ങളൊക്കെ വരുന്നത്. അപ്പോഴാണ് ഒരു വിധി വരുന്നത്. ഇവർക്ക് അനുകൂലമായി അനുവദിച്ചു. എന്താണ്? 2007 ട്രൈബ്യൂണൽ അനുവദിച്ച തുക അനുവദിച്ചുകൊണ്ട്. പക്ഷേ അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും 18 കോടിയല്ലേ ഉള്ളൂ എന്ന്. അതിൻ്റെ പിഴപ്പലിശ, ആ പലിശ, ഈ പലിശ എല്ലാം കൂടെ കൂട്ടി 239 കോടി രൂപയാണ് ക്ലെയിം. ഞാനും അജി മെമ്പറും മാത്രമേ ഉള്ളൂ ഒന്ന് ബോർഡിൽ. അവർ ഞങ്ങളടുത്ത് വന്ന് ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണ്, എങ്ങനെയെങ്കിലും ഇത് കൈകാര്യം ചെയ്ത് തരണം എന്ന് പറയുന്നു. കാരണം അവർക്ക് അർഹതയുള്ളതുകൊണ്ടായിരിക്കുമല്ലോ കോടതി കൊടുത്തത്. ഞാൻ പറയുന്നത് കോടതി അവർക്ക് അർഹതയുള്ളതായിരിക്കുമല്ലോ കൊടുത്തത്. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 239 കോടി പോയിട്ട് 1 കോടി രൂപ പോലും തരാനുള്ള സാമ്പത്തിക ശേഷി ബോർഡിനില്ല. കാരണം അത്ര കണ്ടൊരു സാമ്പത്തിക പരീക്ഷണത്തിലൂടെയാണ് ബോർഡ് കടന്നു പോകുന്നത്. അപ്പോൾ 239 കോടി രൂപ 1 കോടി രൂപ പോലും കൊടുക്കാനില്ല. അവർ പറഞ്ഞു അപ്പീൽ പോകരുത്. ഞങ്ങൾ അപ്പീൽ പോയി. എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടൽ അപ്പീലല്ല. ഞങ്ങളുടെ സുപ്രീം കോടതിയിലെ ഏറ്റവും വലിയ സീനിയർ മോസ്റ്റ് ജഡ്ജ് വക്കീല് ഗിരിസാറിനെ ഞാനും ദേവസ്വം ബോർഡ് മെമ്പറും കൂടി നേരിട്ട് പോയി കണ്ട് അതിന് സ്റ്റേ വാങ്ങി. എന്താ ഞാൻ ചോദിക്കുന്നത്? ഇവിടുന്ന് നാട്ടുകിടപ്പൊക്കെ അറിയാമല്ലോ, എന്തെങ്കിലും കക്കണമെങ്കിൽ ഉള്ള അത് എന്തെല്ലാം വകുപ്പുണ്ട്. കാരണം കോടതിയുടെ ഉത്തരവാണ്, അവരുമായി നെഗോഷിയേറ്റ് ചെയ്തൊക്കെ കൊടുക്കാമല്ലോ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് ചെയ്തുകൂടെ? ഞങ്ങളത് ചെയ്തില്ല. ഈ 1.5 കോടി രൂപയുടെ ഒക്കെ കണക്ക് പറയുമ്പോൾ ഈ 239 കോടി ലാഭിച്ച കാര്യം കൊണ്ട് പറയേണ്ട, അത് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് പറ്റിപ്പോയൊരു തെറ്റായിട്ട് ഇവരെല്ലാം പറയുന്നത് ഞാനൊരു വീട് വെച്ച് പോയി എന്നുള്ളതാണ്. ധനലക്ഷ്മി ബാങ്കിൽ നിന്നും ഇത് വലിയ 3 കോടി വെച്ചിരിക്കുന്ന വീടെന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾ നോക്കൂ, 15 വർഷം വാടക വീട്ടിൽ കിടന്ന ആളാണ് ഞാൻ. ധനലക്ഷ്മി ബാങ്കിൽ നിന്നും ഈ വസ്തു ഇരിക്കുന്നത് ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് 6 മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയ, എൻ്റെ വൈഫിൻ്റെ പേരിൽ വാങ്ങിയ ഭൂമിയാണ്. 6 മാസം മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായതിനു ശേഷമാണ് ഞാൻ ഈ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് 45 ലക്ഷം രൂപയുടെ ലോൺ എടുത്താണ് ഉപയോഗിക്കുന്നത്. പിന്നെ എല്ലാം കൂടി കടവും ഒക്കെ വെച്ച് സ്വർണവും ഒക്കെ വെച്ച് 65 ലക്ഷം രൂപയുടെ കടം എനിക്കിപ്പോഴുണ്ട്. 65 ലക്ഷം രൂപ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ബൈക്കിൽ പോകുന്നത്? ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ബൈക്കിലാണ് യാത്ര ചെയ്തത്. പ്രസിഡന്റ് അല്ലാത്തതിനു ശേഷം ആ ഇരിക്കുന്ന ബൈക്കിലാണ് ഞാൻ യാത്ര ചെയ്തത്. അത്ര കണ്ട് കോടാനുകോടികളുടെ വർക്കല്ലേ, മരാമത്ത് വർക്കല്ലേ ശബരിമലയിൽ നടക്കുന്നത്. ഏതെങ്കിലും ഒരു കോൺട്രാക്ടറോട് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങളെല്ലാം ശബരിമലയിലൊക്കെ നിരന്തരം വരുന്ന ആളുകളല്ലേ. ഏതെങ്കിലും ഒരു കോൺട്രാക്ടർ കയ്യിൽ നിന്ന് ഒരു കട്ടൻ ചായ കുടിക്കാനുള്ള പൈസ ഞാൻ വാങ്ങിയതായിട്ട് നിങ്ങൾ ആർക്കെങ്കിലും ആരോപണം ഉണ്ടോ ചോദിച്ചു? ഏതെങ്കിലും ഉദ്യോഗസ്ഥനിൽ നിന്നും 1 രൂപ ഞങ്ങൾ കൈക്കൂലി വാങ്ങിയതായിട്ട്, ഞാൻ കൈക്കൂലി വാങ്ങിയതായിട്ട് പറയാം. ഇപ്പം പറയുന്നു ഏതോ ഒരു, എനിക്ക് അതുപോലും കൂടെ. ഞാൻ പറയുന്നത് ഇവിടെ വ്യവസ്ഥാപിതമായ നിയമങ്ങളൊക്കെ ഇല്ലേ, അന്വേഷിക്കട്ടെ.
എനിക്കിത് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ മുന്നിൽ അറിയിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ. അത് ഞാൻ അറിയിക്കുന്നു. ബാക്കി അറസ്റ്റ് ചെയ്താലും വിലങ്ങ് വെച്ചാലും കോടതി അനുസരിക്കുന്ന SIT ഉദ്യോഗസ്ഥന്മാർ പറയുന്ന അല്ലെങ്കിൽ അതുവഴി കോടതി തരുന്ന ഏത് ശിക്ഷയും ഞാൻ വാങ്ങാൻ തയ്യാറാണ്. എനിക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. ഞാൻ എൻ്റെ 3 അക്കൗണ്ടുകൾ എല്ലാ SIT കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ വിജിലയിൽ ഒരു സർവീസ് സഹകരണ ബാങ്ക് കോപ്പറേറ്റീവ് അക്കൗണ്ട് അതും കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കും. എൻ്റെ അക്കൗണ്ടിലേക്ക് ബാലൻസ് പരിശോധിച്ചാൽ വസ്തുതയിൽ നാണം കേട് തോന്നും. സീരിയൊക്കെ നാണിച്ച് മൂക്കത്ത് വരുന്നുള്ളൂ. അപ്പം അത്ര കണ്ട് ഒരു വല്ലാത്ത പരിസ്ഥിതിയിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഒരു പ്രൈം നോളജും ഇല്ല. അന്നത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ SP അന്നുണ്ട്, വിജിലൻസ് SIമാരുണ്ട്, അവരെന്തെങ്കിലും റിപ്പോർട്ട് തരണ്ടേ? തിരുവാഭരണം കമ്മീഷണർമാരുണ്ട്, അവരുടെ റിപ്പോർട്ട് അതൊന്നും ഞങ്ങളുടെ ബോർഡിന് മുമ്പ് വന്നിട്ടില്ല. എന്തിന് ഈ വാറണ്ടി, കൺസേൺഡ് വാറണ്ടിയുടെ കോപ്പി പോലും വന്നിട്ടില്ല. ഞങ്ങളുടെ മുന്നിൽ വരുന്നത് ഒരു വാറണ്ടി ഉണ്ട്. സ്വാഭാവികമായി വാറണ്ടി ഉണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിൻ്റെ പേരിലായിരിക്കുമല്ലോ. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിടണം, പറ്റില്ല അത് ഞങ്ങൾ. അതല്ലാതെ അത് കൃത്യമായാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദേവസ്വം ബോർഡിൻ്റെ സ്വത്ത് മൂന്നാമതൊരു കക്ഷിയിൽ കൊടുത്തുവിടാൻ പാടുണ്ടോ? ആ ഒരു കോമൺ സെൻസ് വെച്ചിട്ടാണ്. ഇല്ല, ഇതുവരെ തന്നിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇത് പെട്ടെന്നാണ് ഈ കാര്യങ്ങൾ മാറുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറുന്നത്. ഇതൊരു 9 മാസം കൊണ്ട് നടക്കുന്ന അന്വേഷണം. 9 മാസമായില്ലേ? ഞങ്ങൾ കേടുപാടുകൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ദൂരപാല പരിശോധന ശ്രീ ധർമ്മശാസ്താവിന്റെ വിഗ്രഹം ഇരിക്കുന്നതിന് ഇടതുഭാഗത്തുള്ള ചെമ്പിൽ സ്വർണം പൂശിയ പാളികളിൽ പൊട്ടൽ കാണപ്പെട്ടിട്ടുള്ളതും വിവിധ പാളികളായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗത്തും സോപാന ഭാഗത്തും ചേർന്ന് ഏകദേശം 2.5 അങ്ങനെയാണ് കേടുപാടുകളാണ് തീർക്കാൻ പോയത്. അതിനുവേണ്ടി 16 ഗ്രാം സ്വർണം ആവശ്യമാണെന്നും തിരുവാഭരണം കമ്മീഷൻ റിപ്പോർട്ടിൽ ആ കേടുപാടുകൾ തീർക്കാൻ 16 ഗ്രാം സ്വർണം ആവശ്യമാണെന്നും ഇത് പറഞ്ഞു. ഞങ്ങൾ പോയി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്ത ഏക തെറ്റ് ശബരിമല ശ്രീകോവിലിന്റെ മുന്നിലിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റ, അതായത് രക്തം വീഴും അശുദ്ധിയാകുമെന്ന് പറഞ്ഞപ്പോൾ അത് നന്നാക്കണം എന്നൊരു കാര്യം ഞാൻ തീരുമാനിച്ചു പോയി. ആ ഒരു തെറ്റേ ഞാൻ ചെയ്തുള്ളൂ. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ ആ തെറ്റ് മാത്രമല്ല, ശബരിമലയിൽ നിങ്ങളറിയാമല്ലോ, 2023 നിങ്ങൾക്കറിയാമല്ലോ, 23 നവംബറിൽ ചെല്ലുമ്പോൾ എന്താ അവസ്ഥ? ഒരു നടപ്പന്തൽ, ഒറ്റ നടപ്പന്തൽ, 500 പേർക്ക് മാത്രം കയറി നിൽക്കാൻ പറ്റുന്ന ഒറ്റ നടപ്പന്തൽ. ഞാൻ വൃശ്ചിക 1 നട തുറന്ന് പോയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞ് താഴെ പമ്പയിലേക്ക് വരുമ്പോഴുള്ള കാഴ്ച എന്തെന്നറിയാമോ? 10-25,000 പേര് വെയിലത്ത് തളർന്ന് വീഴുകയാണ്. അന്ന് തന്നെ വലുതായിട്ട് അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണെങ്കിൽ അവർ വളർന്നിട്ട് അടിച്ചു തന്നെ, കാരണം ഇപ്പോൾ നല്ല പ്രശസ്തനാണല്ലോ ഞാൻ. അന്ന് തന്നെ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയതാണ്. പക്ഷേ അന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തതാണ്. 2024 10 നടപ്പന്തൽ, ഏതാണ്ട് 5ഓളം താൽക്കാലിക പന്തൽ, 15ഓളം നടപ്പന്തൽ, 5000 പേർക്ക് വരി നിൽക്കുവാൻ പറ്റുന്ന സംവിധാനം, 5000 പേർക്ക് വിരിവയ്ക്കുവാൻ പറ്റുന്ന ജർമ്മൻ പന്തൽ, 15,000 പേർക്ക് മഴയത്തും വെയിലത്തും നിൽക്കാൻ പറ്റുന്ന സംവിധാനം. ശബരിമലയിലെ പമ്പയിൽ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പ് പാർക്കിംഗ് കോടതിയിൽ ആവശ്യപ്പെട്ട് നമ്മൾ അനുവദിച്ചു. നിലയ്ക്കലെ 7,000 വാഹനങ്ങൾക്കായിരുന്നു പാർക്കിംഗ്, അത് 10,000 ആക്കി. എരുമേലിയിൽ വേറെ സംവിധാനം ഉണ്ടാക്കി പാർക്കിങ്ങിന്. സകലമാന അവിടെ ശബരിമല നിങ്ങൾക്കറിയാം, 24-ലെ മണ്ഡലമകരവിളക്ക് മഹോത്സവത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തെങ്കിലും ആക്ഷേപം ഉണ്ടായിരുന്നു? ആകെ ആക്ഷേപം വന്നത് എപ്പോൾ മുതലാണ്? അവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. ആകെ ആക്ഷേപം വന്നത് എപ്പോൾ മുതലാണ്? അയ്യപ്പ സംഗമം നടത്താൻ പോകുമ്പോഴാണ്. പാറശാല പറവൂർ മഹാദേവ ക്ഷേത്രം മുതൽ പറവൂരത്തെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്നറിയപ്പെടുന്ന ആ ക്ഷേത്രത്തിൽ വരെ എത്രയോ അമ്പലങ്ങളിൽ ഇത്രയധികം മരാമത്ത് വർക്കുകൾ നടന്നൊരു കാലഘട്ടം. ആ മരാമത്ത് വർക്കുകൾ നടക്കുമ്പോഴും 1 രൂപയുടെ അഴിമതി പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ബോർഡിന്റെ നേട്ടം എന്ന് പറയുന്നത്. അവസാനം ഒരു കാര്യം കൂടെ പറയാം. അവസാനം അതായത് ഈ SIT-യുടെ മുന്നിൽ വന്ന വിവരത്തിൽ ഒന്ന് എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ വർഷം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ വേണ്ടി ഇല്ലാത്ത കേടുപാടുകൾ ഉണ്ടാക്കി എന്നുള്ള അതിനെപ്പറ്റി എന്താ പറയുക? അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നേ? അതായത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് വാറണ്ടി കിട്ടാതിരിക്കാൻ വേണ്ടി പക്ഷെ വാറണ്ടി കിട്ടിയല്ലോ. വാറണ്ടി ഞങ്ങൾക്ക് നിങ്ങൾ 25-ലെ കേസാണ് പറയുന്നതെങ്കിൽ 2019-ലെ കേസെന്ന് എനിക്കറിയില്ല. 25-ലെ കേസാണ് പറയുന്നതെങ്കിൽ വാറണ്ടി കിട്ടുകയും ഞങ്ങൾക്ക് പണിക്കൂലിയായിട്ട് 1 രൂപ ചിലവാക്കുകയും ചെയ്തിട്ടില്ല. ആകെ 29 പവൻ, 29 ഗ്രാമാണ്. 29 ഗ്രാമാണ് ഇതിന് നമുക്ക് വേണ്ടി വന്നത്. ഞങ്ങളിത് കൃത്യമായി കൊണ്ടുപോകുമ്പോൾ ആകെ തൂക്കം, അതിൽ സ്വർണത്തിൻ്റെ അംശം കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. തിരിച്ചുകൊണ്ട് വന്നപ്പോൾ 29 ഗ്രാം സ്വർണം കൂടിയിട്ടുണ്ട്. അതിലെ
സ്വർണ്ണ നഷ്ടമൊക്കെ കണക്കാക്കിയാൽ 291 ഗ്രാം, കൊണ്ടുപോകുമ്പോൾ 281 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. 291 ഗ്രാമിലേക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം കൃത്യമായ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തിരുവാഭരണ കമ്മീഷൻ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കന്ന് അത് അവർ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലെന്നും ഞങ്ങൾക്കറിയില്ല, അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വാറണ്ടി കിട്ടിയിട്ടുണ്ട്. അതിന് 1 രൂപ പോലും സർവീസ് ഇനത്തിൽ ഞങ്ങൾക്ക് ചിലവായിട്ടില്ല. അത് കൃത്യമായ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇല്ലല്ല, വിളിച്ചിട്ടില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് എങ്ങനെ ആരുമായി ഗൂഢാലോചന നടത്തിയെന്നുള്ളതാണ്. ഒരു വട്ടം മാത്രമാണ് ഞാൻ ഈ ഉണ്ണിക്കിട്ടം പറ്റി കണ്ടിട്ടുള്ളത്. 3-4 പ്രാവശ്യമൊക്കെ ശബരിമലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരെല്ലാം വിളിക്കും. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് ഈ 2023 തന്നെ അവിടെ ഈ 10,000 നെയ്ത്തങ്ങ നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എന്തോ ഒരു പെർമിഷൻ വേണ്ടി വന്നത്. അതിന് പിന്നീട് എന്നോട് ഈ ട്രാക്ടർ വേണമെന്ന് അങ്ങോട്ട് പറഞ്ഞ് വിളിച്ചു. ഞാൻ ഇത്തിരി ഇറിറ്റേറ്റഡായി സംസാരിച്ച ശേഷം എന്നെ വിളിച്ചിട്ടില്ല. ഒരു 3-4 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട് ഇതിനിടയിൽ. അപ്പം ഞാനിങ്ങനെ ഒരു തവണ കണ്ട ഒരാളുമായി ഒരു 4-5 തവണ 1 മിനിറ്റിൽ താഴെ ഫോണിൽ സംസാരിച്ച ഒരാളുമായി എങ്ങനെ ഗൂഢാലോചന നടത്തും? ഈ ഗോവർദ്ധനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, പങ്കജ് ഭണ്ഡാരിയെ കണ്ടിട്ടില്ല. പിന്നെ മുരാരി ബാബു അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. ആ സമയത്ത് ഒരുപാട് തവണ നമുക്ക് ഫോൺ വിളിക്കേണ്ടി വരുമല്ലോ, സ്വാഭാവികമല്ലോ. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കുന്ന ആളിനെ ഫോൺ വിളിക്കാതിരിക്കാൻ പറ്റും? ആൾ മരിച്ചിട്ടുണ്ട്. ആകെ അതിലൊരു ചെറിയ ഒരു ഇത് ഉള്ളത്, അദ്ദേഹം ഈ മുരാരി ബാബു ഇദ്ദേഹത്തിൻ്റെ കൈവശം കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞതാണ്. ആകെ ഞങ്ങളുടെ ഈ ഉദ്യോഗസ്ഥന്മാരിൽ ആകെ ഒരു ചെറിയ ഫോള് കാണിച്ചിരിക്കുന്നത് പുള്ളി മാത്രമാണ്. ബാക്കി അന്നത്തെ ആദ്യത്തെ തിരുവാഭരണം കമ്മീഷണർ ശ്രീമതി സുനിലയാവട്ടെ, അതിനുശേഷം വന്ന റജിലാലാവട്ടെ, അവരാരും തന്നെ ഒരു ഇല്ലീഗൽ ആസ്പെക്ട്സും ഇതിൽ വന്നു. അവരാണ് ഇതെല്ലാം കൃത്യമായി നടപടികൾ കൈകാര്യം ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചത്. അപ്പം അതുകൊണ്ട് ഞാനിത് എങ്ങനെയാണ് ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. എങ്ങനെ ഞങ്ങൾ പ്രതിയായി മാറി എന്നുള്ളതാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറയുന്നത് ഇത് പൊളിറ്റിക്കലായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനെ പൊളിറ്റിക്കലായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങൾ പിന്നെ അതിനെ നിയമപരമായി സ്വാഭാവികമായും ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷണത്തിൽ നടക്കുന്ന SIT അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. അവരിപ്പോൾ പ്രതിപ്പട്ടികയിലാക്കിയാൽ പോലും ഞങ്ങളത് സ്വാഗതം ചെയ്യുക. നിയമപരമായി ഞങ്ങൾ കാര്യങ്ങൾ കൂടി ആലോചിച്ച് മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് SIT ഉദ്യോഗസ്ഥന്മാരുടെ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമല്ല. അവർ വീണ്ടും വിളിച്ചാൽ പോകും. എന്താണോ അന്വേഷണം സഹകരിക്കുന്നത് സഹകരിക്കും. നിയമപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. അങ്ങനെ ഫ്രീ ആയിട്ടൊരു കേസ് പ്രതിയായി. ഈ സാധനം ഉണ്ടല്ലോ, അതായത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ദിവസം മുതൽ അതിന്റെ പൈസ ഉള്ള മില്ലിഗ്രാം വരെയുള്ള റിപ്പോർട്ട് ഞങ്ങൾ ആർക്ക് കൊടുത്തിട്ടുണ്ട്? തിരുവാഭരണ കമ്മീഷണർ ഒടുവിൽ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിൽ കോടതിക്ക് കൊടുത്തതാണ്. ഇത് ഒരു കോപ്പി എൻ്റെ ഉള്ളൂ, ഒരു കോപ്പി ഉള്ളൂ. ഞാൻ അവസാനം എന്താ പറഞ്ഞിട്ടുണ്ട്? ഒരു കാര്യം അവസാനം പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അവസാനം കൊടുക്കുന്ന റിപ്പോർട്ടാണ്. ഈ വർഷം മെയിൻ്റനൻസ് വന്ന 12 പാളുകളുടെ തൂക്കം 22.833 കിലോഗ്രാം. അറ്റകുറ്റപ്പണിക്ക് ശേഷമുള്ള തൂക്കം 22.876 കൊണ്ടുപോയപ്പോൾ 22.833 കണ്ടോ? കൊണ്ടുവന്നപ്പോൾ 876. അതിൽ കൊണ്ടുപോയപ്പം സ്വർണ്ണത്തിന്റെ അളവ് 281 ഗ്രാം കൊണ്ടുപോയത് 281.200 ഗ്രാം. പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് സ്ഥാപിച്ചപ്പോൾ 290 ഗ്രാം ആയി പോയി. 290.62. ഇത് വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് ഈ മറ്റേ അയക്കാതെ ഞങ്ങൾ മാനേഷന്റെ കേസ് കൊടുക്കില്ല. ഞാൻ ഇത് കേട്ടോ എന്ത് പറ്റിയൊരു വേണ്ടി അവരെന്നെ കണ്ടിട്ട് പോലും ഞാൻ ഇതെല്ലാം കൂടെ ഒന്നും എനിക്ക് പിടിക്കാൻ സമയമില്ല. അടിപൊളിയുടെ കേസാണോ കേട്ടോ? അത് മാത്രമല്ല വേറെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തന്ത്രിമാരുടെ ഇതുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സുപ്രീം കോടതിയുടെ ഡയറക്ഷനാണത്. സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നടത്തുന്നത്. ഇതിൽ ഇന്റർവ്യൂ ബോർഡിൽ ഞങ്ങളുണ്ട്. പക്ഷെ ഇന്റർവ്യൂ ബോർഡിൽ ഞങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 30 മാർക്ക് ഒന്നും എങ്ങനെ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, 3 മെമ്പർമാർ, ദേവസ്വം കമ്മീഷണർ, ഞങ്ങൾക്ക് 4 പേർക്കും കൂടി 30 മാർക്ക്. ബാക്കി 70 മാർക്ക് ആർക്കാ? തന്ത്രിമാർക്കാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ച ആരെയും ഉൾപ്പെടുത്താനും പറ്റൂല, ആരെയും കയറ്റാനും പറ്റൂല.
ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ തന്ത്രിയോട് ആവശ്യപ്പെട്ടു എന്നാണ്. തന്ത്രി അയാളോട് ആവശ്യപ്പെട്ടു എന്നാണ്. എൻ്റേത് മാറ്റമെന്നല്ല പറഞ്ഞത്. ഞാൻ പിന്നീട് അത് തിരക്കിയപ്പോൾ അയാൾ പറഞ്ഞത് തന്ത്രിയോട് അയാളോട് തന്ത്രി ആവശ്യപ്പെട്ടു എന്നാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് 5 ലക്ഷം കൊടുക്കണം, മെമ്പർമാർക്ക് 3 ലക്ഷം കൊടുക്കണം, അങ്ങനെയൊക്കെ തന്ത്രി അയാളോട് ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അല്ല ഞാൻ അയാളോട് ആവശ്യപ്പെട്ടാന്നല്ല പറഞ്ഞത്. അതുകൂടെ ഒന്ന് തിരുത്തി കൊടുക്കണം കേട്ടോ. ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അതല്ലേ ഞാൻ പേടിച്ചു വരും. ഞാൻ പിന്നെ ഇതിന് മറുപടി പിന്നെ പറയാമെന്ന് വിചാരിച്ചതാണ്. അതായത് തന്ത്രിയെ അയാൾ കാണാൻ ചെന്നപ്പോൾ തന്ത്രി അയാളോട് ആവശ്യപ്പെട്ടു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 5 ലക്ഷം കൊടുക്കണം, മറ്റേ മെമ്പർമാർക്ക് 3 ലക്ഷം കൊടുക്കണം. തന്ത്രി അയാളോട് ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പിന്നീട് അത് റിവ്യൂ ചെയ്തപ്പോൾ നിങ്ങളത് തിരുത്തി കൊടുക്കണേ. അത് പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് പിന്നെ ഇതിനപ്പുറം ഇനി ഒന്നും സംഭവിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടായിരിക്കുകയാണ്. പിന്നെ ഞാൻ പറയാമല്ലോ, ഇപ്പം സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഹൈദരാബാദിനോട് ഞാൻ തട്ടിക്കയറിയിട്ടുണ്ട്. നമ്മുടെ പ്രശാന്ത് തട്ടിക്കയറിയിട്ടുണ്ട്. കാരണം ഒന്ന് ഇത് വരുമ്പോഴേക്കേ അയ്യപ്പ സംഗമം, അത് കഴിഞ്ഞ് പ്രസിഡന്റിൻ്റെ വിസിറ്റ്, അത് കഴിഞ്ഞ് SITയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം, അത് കഴിഞ്ഞ് ശബരിമല സീസൺ, ഇതെല്ലാം കൂടി വന്നപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു കൂട്ടപരിചിതമായിപ്പോയി. ഇപ്പോൾ പഠിക്കാൻ ഒന്നിനും പറ്റിയില്ല. നിങ്ങളുടെ മുന്നിൽ ബ്രീഫ് ചെയ്യാനും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു ചെറിയ പിഴവ് ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണ്. ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ ഫയലിനെ സംബന്ധിച്ച് ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണ്. എനിക്ക് CBI അന്വേഷണം വന്നാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞങ്ങൾ ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. ഈ കൈകളിൽ വിലങ്ങ് വയ്ക്കണമെങ്കിൽ വിലങ്ങ് വെച്ചോട്ടെ. ഒറ്റ കാര്യമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായും സത്യസന്ധമായും ഭക്തജനങ്ങളോട്, ഞാനൊരു അടിയുറച്ച ഭക്തനാണ്, ഭക്തജനങ്ങളോട് പറയണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത്. സത്യത്തിൽ ഇത് കോടതി ഇപ്പോൾ ഞങ്ങളെ പ്രതിപട്ടികപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞു. പ്രതിപട്ടിയിലായോ എന്ന് എനിക്കറിയില്ല, നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾ വന്നതുകൊണ്ട് ഞാൻ ഇത്രയും പറയുകയാണ്. അതിൻ്റെ പേരിൽ ഇനി എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. പക്ഷേ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സഹകരിക്കും. SITയുടെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ബഹുമാനപ്പെട്ട കോടതി നേരിടുന്ന അന്വേഷണത്തോടും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പ്രതിയാണെങ്കിൽ പോലും സഹകരിക്കും. മറ്റേ ജഡ്ജ്മെന്റിൽ ഇന്നിപ്പം പഴയ ചാർജ് കൊടുക്കുന്ന കാര്യം വല്ലതും പറഞ്ഞു. വന്നില്ല. സത്യത്തിൽ സത്യത്തിൽ ആ സമയത്ത് തന്നെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നുവെങ്കിൽ ഈ വിഷയം ഒന്നും വരില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കൂട്ടപ്പുരിച്ചിലായി പോയി. ഇല്ല, ഞാൻ പറഞ്ഞ ഗൂഢാലോചന ഉണ്ട്. അയ്യപ്പ സംഗമത്തിൽ ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു, അയ്യപ്പ സംഗമം പൊളിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു ആരോപണമാണത്. കാരണം 2020 ഈ സെപ്റ്റംബർ 14 കൂടിയേ കോടതി ഞങ്ങൾക്ക് പെർമിഷനൊക്കെ തന്ന് തീർന്നല്ല ആ വിഷയം. 2025 ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളും എവിടെ തീർന്നു? 14-ാം തീയതിയോടുകൂടി ഞങ്ങൾക്ക് കോടതി പെർമിഷൻ, ഞങ്ങൾ മാപ്പ് പറഞ്ഞു, പെർമിഷൻ തന്നതോടുകൂടി തീർന്നല്ലോ, അവിടെ അവസാനിച്ചു. പിന്നെ എപ്പോഴാണ് ഇത് പുറത്തു വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, 17-നാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വിളിച്ചു പറയുന്നത് ദ്വാരപാലക ശില്പം അങ്ങ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അല്ലേ. എൻ്റെ ചോദ്യം അതാണ്, അയാളുടെ കയ്യിലുണ്ടെന്ന് അയാൾക്കറിയാം. അയാൾ സേഫ് കസ്റ്റഡി ഉണ്ടായിരുന്ന സാധനം എങ്ങനെയാണ് അത് മറച്ചു വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കണമെന്ന്? അപ്പം ഞങ്ങളെ കുളിപ്പിക്കാനില്ലേ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.